ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഐറ്റമാണ് ഐസ്ക്രീം. നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് കഴിക്കുന്ന ഐസ്ക്രീമാണ് മാംഗോ, വാനില, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് ഒക്കെ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കിഡിലോസ്കി ഐസ്ക്രീമുമായിട്ടാണ്, കസ്റ്റർഡ് ബ്രെഡ് ഐസ്ക്രീം. ഈ ഒരു വെറൈറ്റി ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 3 ബ്രെഡ് എടുത്ത് ഇതുപോലെ എഡ്ജസ് എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചൂടുള്ള പാൽ ഇതുപോലെ കസ്റ്റർഡ് പൗഡർ മിക്സ് ചെയ്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് നമ്മുടെ പാലൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 3/4 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കസ്റ്റർഡ് പൗഡർ കലക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം പാലായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കപ്പ് പാലാണ് ഈ ഐസ്ക്രീമിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം മിൽക്ക്മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മിൽക്ക്മെയ്ഡ് ചേർക്കുന്നത് ജസ്റ്റ് ഓപ്ഷനിലാട്ടോ. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നമ്മളിത് ചേർക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. നിങ്ങൾ മിൽക്ക്മെയ്ഡ് ചേർക്കണില്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിൽക്ക് ചേർത്തതിന് ശേഷം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ബ്രെഡ് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ കസ്റ്റാർഡിൻ്റെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, അതല്ല കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ്ചർ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മിക്സ്ചർ കിട്ടേണ്ടത്. ഇനി ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. അപ്പം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആൾറെഡി ഷുഗേർഡ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. ഇത് ഓപ്ഷനിലാട്ടോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വാനില എസൻസ് നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ നൽകും. ഇനി നമ്മുടെ കസ്റ്റാർഡ് മിക്സ്ചർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്സ്, ആൽമണ്ട്സ്, പിസ്ത. ഈ നട്ട്സ് ചേർക്കണം നിർബന്ധമല്ല, ഇതും ഓപ്ഷനിലാണ്. നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ നട്ട്സിൻ്റെ കടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ നട്ട്സ് ചേർക്കണേ. ഇത് നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. ഇത് ജസ്റ്റ് ഓപ്ഷനിലാണ്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പ്രോസസ്സ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇത് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഐസ്ക്രീമിന് ആ ക്രീമി ടെക്സ്ചറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടുള്ളൂ. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ 2-3 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡിയായി. അപ്പോൾ നമുക്ക് വേഗം ഇത് ഫ്രീസറിലേക്ക് മാറ്റാം.
ഇത് നന്നായിട്ട് കവർ ചെയ്ത് അടച്ച് ഒരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അതല്ലെങ്കിൽ ഓവർനൈറ്റും ആയിട്ട് വെക്കണം. ഇപ്പം ഇതാ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. ഇതാക്കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വെറൈറ്റി സൂപ്പർ ടേസ്റ്റി ഐസ്ക്രീം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഉറപ്പാണ്. നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.